ഇത് ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി LD ക്ലർക്കിൻ്റെ തോളിൽ ഏൽപ്പിക്കാനുള്ളൊരു ശ്രമമാണ്. അതാണിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഒരു LD ക്ലർക്കിനെതിരെയാണ് പരാതികൾ വന്നിരിക്കുന്നത്. വിജിലൻസിൽ കൊടുത്തൊരു പരാതിയിൽ അക്കൗണ്ട് ഡീറ്റെയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ലോട്ടറി ക്ഷേമനിധി ബോർഡിലേക്കുള്ള കത്ത് വന്നപ്പോഴാണ് ശരിക്കും ലോട്ടറി ഇത് പുറം ലോകം അറിയുന്നത്. അതുവരെ ഇത് മൂടി വയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു. കാരണം ഈ തട്ടിപ്പിൻ്റെ പേരിൽ അന്വേഷണം വന്നു കഴിഞ്ഞാൽ സിവിൽ സർവീസുകാരും പെടും എന്നൊരു രീതി വരുത്തിയിരിക്കുകയാണ് ഇതിലേക്ക്. ശരിക്കും ഈ പൈസയുടെ കസ്റ്റോഡിയനെതിരെ അന്വേഷണം വേണം. കാരണം ഇതിൻ്റെ അകത്ത് ഒരു വകുപ്പ് തല അന്വേഷണം നടന്നിരുന്നു. ഒരു KS ഉദ്യോഗസ്ഥനെ വെച്ച് വകുപ്പ് തലത്തിലൊരു അന്വേഷണം നടത്തിയിട്ട് അദ്ദേഹത്തിന് ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. അതിലൊരു ഏകദേശം 7 പേരുടെ പേര് പറയുന്നുണ്ട്. ഇവർക്കെതിരെ ഒന്നും യാതൊരുവിധ അന്വേഷണമില്ല. ആ ഫോറൻസിക്കലി മാറിയെടുത്ത ടിക്കറ്റുകളെ കുറിച്ച് കൃത്യമായ അന്വേഷണം നടന്നിട്ടുണ്ടോ? ഇതൊക്കെ പരിശോധിക്കപ്പെടുമ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന ഒരു തട്ടിപ്പിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. സ്റ്റേറ്റ് വെൽഫെയർ ഓഫീസറായിരുന്ന വ്യക്തി വിദേശത്ത് ബിസിനസ് ഉണ്ടായിരുന്നു, ലീവ് എടുത്ത് വിദേശത്ത് ബിസിനസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനൊരു പ്രമുഖ ചാനലുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. ആ സമയത്ത് 10-12,000-15,000 കോടി രൂപയുടെ വിറ്റുവരവ് വരുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് കേരള ലോട്ടറി. അത് വിൽക്കാനായിട്ട് ഈ തെരുവിൽ അലയുന്നവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസയിൽ നിന്നാണ് ഇത് പോയിരിക്കുന്നത്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള LD ക്ലർക്കായ സംഗീതും അതുകൂടാതെ മറ്റ് 2 പ്രതികളും വിജിലൻസിൻ്റെ പിടിയിലായത്. 14 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് ഇവിടെ നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട്. അതുകൂടാതെ ഈ 3 പ്രതികളും 1, 2, 3 പ്രതികൾ വലിയ രീതിയിൽ ഈ ഒരു തട്ടിയെടുത്ത പണം കൊണ്ട് നിരവധി സ്വത്തുക്കൾ സമ്പാദിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്ത് വരുന്നത്. എന്തായാലും ഈ 14 കോടി മാത്രമാണോ ക്ഷേമനിധി ബോർഡിൽ നിന്നും തട്ടിയെടുത്തത് എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നു. അതുകൂടാതെ ഈ ഒരു 3 പ്രതികൾ മാത്രമാണോ ഈ ഒരു തട്ടിപ്പിൽ പങ്കാളികളായിട്ടുള്ളത്? മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സംഘമോ രാഷ്ട്രീയ പിൻബലമോ ഇവർക്കുണ്ടോ എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നു. ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് ലോട്ടറി ഏജൻറ്റ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ഭാരവാഹിയായ ശ്രീ ലജീവ് വിജയൻ. ഈ കേസ് നമ്മൾ ഒരു വർഷമായി ഇത് സംബന്ധിച്ച് ചർച്ചകൾ തുടങ്ങിയിട്ടും സമരങ്ങൾ തുടങ്ങിയിട്ടും വിവിധ സംഘടനകൾ, ഞങ്ങൾ ഉൾപ്പെടെ സമരം ചെയ്തു, താങ്കൾ ഉൾപ്പെടെ ഉള്ള മീഡിയകൾ അത് കവർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അന്ന് മുതൽ നടക്കുന്നത് ഇത് ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി LD ക്ലർക്കിൻ്റെ തോളിൽ ഏൽപ്പിക്കാനുള്ളൊരു ശ്രമമാണ്. അതാണിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഒരു LD ക്ലർക്കിനെതിരെയാണ് പരാതികൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പരിശോധിച്ചാൽ അറിയാം, ലോട്ടറി വകുപ്പിലെയും ലോട്ടറി ക്ഷേമനിധി ബോർഡിലെയും തട്ടിപ്പുകൾ സംബന്ധിച്ച് 2025 തന്നെ 3 FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കേസിലേക്ക് ലോട്ടറി ക്ഷേമനിധി ബോർഡ് എത്തുന്നതെന്ന് പറഞ്ഞാൽ 2024 ഇദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു വിജിലൻസിൽ കൊടുത്തൊരു പരാതിയിൽ അക്കൗണ്ട് ഡീറ്റെയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ലോട്ടറി ക്ഷേമനിധി ബോർഡിലേക്കുള്ള കത്ത് വന്നപ്പോഴാണ് ശരിക്കും ലോട്ടറി ഇത് പുറം ലോകം അറിയുന്നത്. അതുവരെ ഇത് മൂടി വയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു. കാരണം ഇത്രയും വലിയൊരു തുകയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് ഈ പൈസയുടെ കസ്റ്റോഡിയൻ ആരാണോ, സ്റ്റേറ്റ് വെൽഫെയർ ഓഫീസർ എന്ന് പറയുന്ന ആളാണ് കസ്റ്റോഡിയൻ. ആ കസ്റ്റോഡിയൻ അറിയാതിരിക്കില്ല. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും ഈ ബില്ലുകളൊക്കെ പാസ്സാകുമ്പോൾ ഒപ്പിട്ട് കൊടുക്കുന്നത് ലോട്ടറി ഡയറക്ടറായിരിക്കും. അത് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരിക്കും. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ലോട്ടറി വകുപ്പിലെ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിക ചുമതലയിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇരിക്കുന്ന ആളും അധിക ചുമതലയാണ്. കാരണം അവർക്ക് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് വ്യക്തമായ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ശ്രദ്ധയോ പതിപ്പിക്കാൻ അവർക്ക് സമയവും കിട്ടുന്നില്ല. അവരുടെ സമയം അറിയാമല്ലോ, നമുക്കറിയാം IASകാരുടെ തിരക്കുകൾ, അല്ല സിവിൽ സർവീസിലുള്ളവരുടെ തിരക്കുകൾ. അപ്പോൾ ഇവർക്ക് കീഴിലുള്ള ഇതിൻ്റെ കസ്റ്റോഡിയന്മാരായ ഉദ്യോഗസ്ഥന്മാർ നോട്ട് ചെയ്ത് കൊടുക്കുന്നതിൽ അവർ ഒപ്പ് വെച്ച് കൊടുക്കുന്നതല്ല. അത് അവർക്കിപ്പോൾ ഓരോ തുകയും കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ കൃത്യമായ ഇതെടുത്തിട്ട് അവർക്ക് അതിനുള്ള ടൈം കിട്ടുന്നില്ല. ഇവർ ചെയ്ത് കൊടുക്കുന്നു, അവരത് ഒപ്പിട്ട് കൊടുക്കുന്നു. ശരിക്കും അവരെ കൂടെ ട്രാപ്പിലാക്കുന്ന രീതിയിൽ ഉള്ളൊരു തട്ടിപ്പാണ്. കാരണം ഈ തട്ടിപ്പിൻ്റെ പേരിൽ അന്വേഷണം വന്നു കഴിഞ്ഞാൽ സിവിൽ സർവീസുകാരും പെടും എന്നൊരു രീതി വരുത്തിയിരിക്കുകയാണ് ഇതിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി ഈ പുറത്തേക്ക് വന്നിരിക്കുന്ന 15 കോടി രൂപയൊന്നുമല്ല. അതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. ശരിക്കും ഈ പൈസയുടെ കസ്റ്റോഡിയനെതിരെ അന്വേഷണം വേണം. കാരണം ഇതിൻ്റെ അകത്ത് ഒരു വകുപ്പ് തല അന്വേഷണം നടന്നിരുന്നു. ഒരു KS ഉദ്യോഗസ്ഥനെ വെച്ച് വകുപ്പ് തലത്തിലൊരു അന്വേഷണം നടത്തിയിട്ട് അദ്ദേഹത്തിന് ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. അതിലൊരു ഏകദേശം 7 പേരുടെ പേര് പറയുന്നുണ്ട്. 2018-19 കാലഘട്ടത്തിലൊക്കെ CEO ആയിട്ടിരുന്ന ചീഫ്
വെൽഫെയർ ഓഫീസറായിട്ടിരുന്ന ആളുടെ പേരുൾപ്പെടെയുള്ള ആളുകളെക്കുറിച്ച് പറയുന്നു. ഇവർക്കെതിരെയൊന്നും യാതൊരുവിധ അന്വേഷണമില്ല, അവർക്കെതിരെയൊന്നും യാതൊരു നടപടിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏകദേശം 3 FIRകൾ, അതിൽ ഒരെണ്ണം ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ നിന്ന് ഇപ്പോൾ ഈ സംഗീതിൻ്റെ അറസ്റ്റിലേക്ക് പോയ FIR, വിജിലൻസ് സെക്കൻഡ് യൂണിറ്റിൻ്റെ ഒരു FIR, ഒരെണ്ണം മ്യൂസിയം പോലീസിൻ്റെ FIR, അത് ലോട്ടറി ഡയറക്ടറേറ്റിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പറയപ്പെടുന്ന സംഗീതും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അവിടെ വെൽഫെയർ ഓഫീസറായിട്ടിരുന്ന ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനുമൊക്കെ ഈ ലോട്ടറി ഡയറക്ടറേറ്റിലിരിക്കുന്ന സമയത്ത് ലോട്ടറി ഡയറക്ടറെ സിഗ്നേച്ചർ അടിച്ചു മാറ്റി അല്ലെങ്കിൽ വ്യാജമായി ഉണ്ടാക്കി. അതൊരിക്കലും വ്യാജമായി ഉണ്ടാക്കാമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബയോമെട്രിക് എൻട്രിയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സാധനം, അല്ലെങ്കിൽ അതിൽ അതിൻ്റെ പാസ്വേഡ് ഉണ്ടാകും, അങ്ങനെ പല കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അത് വെച്ച് ഈ ക്ലർക്ക് തന്നെ അവിടെ മറ്റ് ചില ലീവ് സറണ്ടർ പാസ്സാക്കൽ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചെയ്തു എന്നാണ് പറയുന്നത്. ഒരിക്കലും ഇവിടെ ഇരുന്ന് ഇത്രയും പൈസ അടിച്ചു മാറ്റുന്നതിന് ഇയാൾ നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ ദിവസവും 50 കോടി രൂപയോളം കൈകാര്യം ചെയ്യുന്ന ലോട്ടറി ഡയറക്ടറേറ്റിലെ ഡയറക്ടറെ സിഗ്നേച്ചർ അയാളുടെ കയ്യിൽ കിട്ടിയാൽ അയാളത് വെച്ചുകൊണ്ട് നോക്കിയിരിക്കുമോ? അപ്പോൾ അവിടെ നടന്നിരിക്കുന്ന അഴിമതിയെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അവിടെ നടന്നിരിക്കുന്ന ചിലപ്പോൾ ഈ സമ്മാനങ്ങൾ മാറിയെടുക്കുക, അൺക്ലെയിംഡ് പ്രൈസുകൾ വരുന്നുണ്ട്. ഇതിലൊക്കെ വ്യാജ ടിക്കറ്റുകളെന്ന് പറഞ്ഞ് പലരും സമ്മാനാർഹമായ ടിക്കറ്റുമായി ചെല്ലുമ്പോൾ അത് മറ്റു പലരും മാറിയതായിട്ടൊക്കെ വന്നിട്ടുണ്ട്, പല പരാതികൾ വന്നിട്ടുണ്ട്. ആ പരാതികൾ വന്നിട്ടുള്ള ടിക്കറ്റുകളും ഈ സമ്മാനം മാറിക്കൊടുത്ത ടിക്കറ്റുകളും തമ്മിൽ ഇതിന് വകുപ്പ് തല ഫോറൻസിക് ഉണ്ട്. ആ ഫോറൻസിക്കിൽ അന്വേഷിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് എടുത്തിട്ടുണ്ടോ? ആ ഫോറൻസിക്കിൽ ഈ മാറിയെടുത്ത ടിക്കറ്റുകളെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടന്നിട്ടുണ്ടോ? ഇതൊക്കെ പരിശോധിക്കപ്പെടുമ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന ഒരു തട്ടിപ്പിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച മാധ്യമ വാർത്തകളിൽ പറയുന്നൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ക്ലർക്കിന് ലോട്ടറിയിൽ 1ാം സമ്മാനം അടിച്ചു എന്നൊരു ഇതുകൂടി അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഈ 1ാം സമ്മാനം അടിച്ചു എങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് ഈ 1ാം സമ്മാനം കിട്ടിയിരിക്കുന്നത്? അപ്പോൾ അത് നറുക്കെടുപ്പിൻ്റെ സുതാര്യതയെ കൂടെ സംശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനു മുൻപും ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് ഈ ലോട്ടറി അടിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. നമ്മൾ തന്നെയാണ് അത് പുറത്തു. അത് ക്ഷേമനിധി ബോർഡ് ചെയർമാനും ബോർഡ് മെമ്പർമാർക്കും അധികാരമേറ്റ ആ സമയത്ത് കൃത്യമായി തുടർച്ചയായി അവർക്ക് തന്നെ 1ാം സമ്മാനം അവരുടെ ഏജൻസികൾക്ക് അടിച്ചു. അവർ വിൽപ്പനക്കാരാണ്. അതൊരു വിവാദമായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന് കിട്ടിയ മറുപടി എന്ന് പറഞ്ഞാൽ അവർ കച്ചവടക്കാരാണ്, കച്ചവടക്കാർക്ക് കൂടുതൽ ടിക്കറ്റ് എടുക്കുന്നതുകൊണ്ട് കൂടുതൽ സമ്മാനം കിട്ടുമെന്നൊരു വിശദീകരണം അതിൻ്റെ അകത്ത് വന്നു. പക്ഷേ എന്നാലും അവിടെ ഒരു സംശയത്തിൻ്റെ പുകമറ നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നറുക്കെടുപ്പ് നടക്കുന്ന ഹാളിൽ കൃത്യമായ ക്യാമറ സംവിധാനം ഉണ്ടായി ഞങ്ങളുടെ യൂണിയൻ്റെ ഇടപെടലിനോടും അതോടൊപ്പം തന്നെ വിവരാവകാശങ്ങളോടുമൊക്കെ വെച്ചതിന് ശേഷമാണ് അവിടെ ബുള്ളറ്റ് ക്യാമറകൾ, അല്ലാതെ മറ്റേ ഈ റെക്കോർഡിങ്ങിനുള്ള ക്യാമറയോ മറ്റെന്തൊക്കെയോ ക്യാമറകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നിരീക്ഷണ ക്യാമറകളിൽ അങ്ങനെയൊക്കെയുള്ള ചില സംശയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന ഈ ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ തട്ടിപ്പാണ്. ഈ ക്ഷേമനിധി ബോർഡിൻ്റെ തട്ടിപ്പിൻ്റെ പീക്ക് ടൈമിൽ അവിടെ ലോട്ടറി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്ന ആൾ ലോട്ടറി ഡയറക്ടർ തന്നെയാണ്, സിവിൽ സർവീസുകാരനാണ്. ഇതിന് ശേഷം ഒരു സ്റ്റേറ്റ് വെൽഫെയർ ഓഫീസറുണ്ട്. ആ സമയത്ത് തന്നെ 2018-19 കാലഘട്ടത്തിൽ ഒരു സ്റ്റേറ്റ് നോഡൽ ഓഫീസർ റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനെ സർക്കാരിൻ്റെ താല്പര്യപ്രകാരം അവിടെ നിയമിച്ചിരുന്നു. അതിനു മുമ്പുമില്ല, അതിന് ശേഷവുമില്ല. ഈ ഒരു 2-3 കൊല്ലത്തേക്ക് അദ്ദേഹമായിരുന്നു അന്ന് കേരള ലോട്ടറി ശരിക്കും പറഞ്ഞാൽ നിയന്ത്രിച്ചിരുന്നത്. അന്നത്തെ ധനകാര്യമന്ത്രിക്ക് വളരെ വേണ്ടപ്പെട്ടവനായിരുന്നു എന്നാണ് പൊതുവേ ഉള്ള പറച്ചിൽ. എന്തായാലും ഈ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് നിലവിൽ പുറത്ത് വന്നിരിക്കുന്നത് എന്ന്. നിലവിൽ 2 പ്രതികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്ന അല്ലെങ്കിൽ നമ്മൾ സംശയിക്കേണ്ടത് ഇതിന് പിന്നിൽ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് എന്നാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ പിൻബലമില്ലാതെ ഇങ്ങനെ നടത്താനൊക്കെ ഇല്ലല്ലോ. കാരണം ഞാൻ പറഞ്ഞല്ലോ 2018-19 കാലമായിരുന്നു ഇതിൻ്റെ പീക്ക് ടൈം എന്ന് പറയുന്നത്. ഈ പീക്ക് ടൈമിൽ നടന്നിരിക്കുന്ന തട്ടിപ്പുകളിൽ ആ 20 കാലഘട്ടങ്ങളിൽ നടന്ന തട്ടിപ്പുകൾ നടക്കുന്ന സമയത്ത് അവിടുത്തെ സ്റ്റേറ്റ് വെൽഫെയർ ഓഫീസറായിരുന്ന വ്യക്തി വിദേശത്ത് ബിസിനസ് ഉണ്ടായിരുന്നു, ലീവ് എടുത്ത് വിദേശത്ത് ബിസിനസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനൊരു പ്രമുഖ ചാനലുമായി നല്ല ബന്ധമുണ്ടായിരുന്നു ആ സമയത്ത്.
അതിനപ്പുറം ഇദ്ദേഹം ഇതിന് ശേഷം ലോട്ടറി ഡയറക്ടറേറ്റിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പോക്സോ കേസുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ കൊടുത്തത്. നമ്മളുടെ മുമ്പിൽ കാണുന്ന ഈ പ്രസ് ക്ലബ്ബിലായിരുന്നു അവർ പ്രസ് മീറ്റ് വിളിച്ചിട്ട് എൻ്റെ മകളെ ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ്, ഈ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് അവർ പത്രസമ്മേളനം നടത്തി. അതിൻ്റെ പേരിൽ അയാൾക്കെതിരെ മ്യൂസിയം പോലീസിൽ FIR ഉണ്ടായിരുന്നു. അയാൾ ആരും അറസ്റ്റ് ചെയ്തില്ല. അയാൾക്കെതിരെ വകുപ്പ് തലത്തിലൊരു നടപടി ഉണ്ടായില്ല. അയാൾ അനധികൃതമായി ജോലിക്ക് ഹാജരായില്ല എന്നൊരു നടപടി മാത്രം ഉണ്ടാക്കിക്കൊണ്ട് അയാളെ എടുക്കുകയും അയാൾക്ക് പ്രമോഷൻ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ ഇടപെടലില്ലാതെ ഇത് സാധിക്കില്ലല്ലോ. അപ്പോൾ ഉന്നത സ്വാധീനമുള്ളവർ ഇതിൻ്റെ പിന്നിലുണ്ട്. അതിലേക്ക് അന്വേഷണം പോകണം. കാരണം ലോട്ടറി ക്ഷേമ ബോർഡിൽ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള അംഗങ്ങളുണ്ട്. ഇവരുടെയൊക്കെ അറിവിലേക്ക് ഇത് വന്നു കാണും. പക്ഷേ ഇവരെല്ലാം ഇത് മൂടി വെക്കാൻ ശ്രമിച്ചത് ഉന്നത സ്വാധീനം തന്നെയാണെന്ന് സ്വാഭാവികമായി ഇവിടുത്തെ നാട്ടുകാരും ജനങ്ങളും എല്ലാം വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രതികളാണ് എന്ന് പറയുന്നവർ ചെറിയ മീനുകളാണ് എന്നാണ് താങ്കൾ പറഞ്ഞത്? ചെറിയ പ്രതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറയുന്ന പോലെയാണ്. അയാളൊരു ചെറിയ മീനല്ല, എന്നാൽ അയാളൊരു ചെറിയ മീനാണ്. ഈ പ്രതികളെന്ന് പറയുന്ന ഒരു അനിൽകുമാർ എന്ന് പറയുന്ന ആളിൻ്റെ അക്കൗണ്ടിലേക്കാണ് 64 ലക്ഷം രൂപ ഒറ്റടിക്ക് പാസ്സായി പോയിരിക്കുന്നത്. ഈ പൈസ അനിൽകുമാറിൻ്റെ കയ്യിൽ നിന്ന് എങ്ങോട്ട് പോയി? ഇവരുടെയൊക്കെ അക്കൗണ്ടുകളിൽ നിന്ന് ഈ പൈസ ലോട്ടറി ഡയറക്ടറേറ്റിലേക്ക് ലോട്ടറി എടുക്കാൻ ഏജൻസിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അക്കൗണ്ടുകളിലേക്ക് പോയിട്ടുണ്ടോ, അതോ മറ്റു ഉദ്യോഗസ്ഥന്മാരുടെ അക്കൗണ്ടുകളിലേക്ക്? കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങി എന്നാണ് ഏറ്റവും ഇപ്പോൾ വരുന്ന പുതിയ റിപ്പോർട്ട്. അയാളൊരു കൺസ്ട്രക്ഷൻ കമ്പനിക്കാരനാണെന്ന് ഇത് ഒരു വർഷമായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടല്ല, ഒരു വർഷമായിട്ട് ഈ അനിൽകുമാർ ഒരു കൺസ്ട്രക്ഷൻകാരനാണ്. ഞങ്ങളൊക്കെ അറിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് വീട് വെച്ച് കൊടുത്ത ഒരാൾക്ക് വീടിൻ്റെ പൈസയായിട്ട് കൊടുത്തതാണെന്നാണ് ആദ്യം പുറത്തേക്ക് ഞങ്ങളൊക്കെ അറിഞ്ഞത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല എന്നുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ അകത്തേക്കൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ അകത്ത് നടന്നിരിക്കുന്ന ഈ 15 കോടി രൂപ, ഇതിൻ്റെ അകത്ത് ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന ഒരു കാര്യമല്ല. ഒരു LD ക്ലർക്ക് 15 കോടി രൂപയോളം തട്ടിയെടുത്തുകൊണ്ട് പോവുക, ഓഫീസ് വൗച്ചറുകൾ കൃത്രിമം കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ആഡിറ്റില്ലേ? ഈ ആഡിറ്റുകാർ ഇതുവരെ ഇത് ശ്രദ്ധിച്ചില്ല ഇത്രയും വർഷങ്ങളായിട്ട്. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ, ഒരു KS ഉദ്യോഗസ്ഥൻ നടത്തിയ ഒരു അന്വേഷണ റിപ്പോർട്ടുണ്ട്. അതിൽ പരാമർശിച്ചവർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ആഡിറ്റ് റിപ്പോർട്ട് പുറത്തേക്ക് വന്നു. അത് പുറത്തേക്ക് എന്താ പൊതുജനങ്ങൾക്ക് വിവരാവകാശം വെച്ചിട്ട് പോലും അവർ തരുന്നില്ലല്ലോ. പൊതുജനങ്ങൾക്ക് കൊടുക്കാതെ അത് മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അതിൻ്റെ അകത്തും ചിലരുടെയൊക്കെ പേര് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അന്വേഷണം വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ വമ്പൻ തിമിംഗലങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ഒരു വലിയ ഭൂകമ്പത്തിനുണ്ട സാധ്യതയുണ്ടാക്കുന്ന വലിയ അഴിമതിയായിരിക്കും. കേരളം കണ്ടിട്ടുള്ളതിലേക്ക് ഏറ്റവും വലിയ അഴിമതികൾ ഈ 15 കോടി എന്നുള്ളതിനൊപ്പം ഒരു 1-2 പൂജ്യം കൂടിയാൽ പോലും, കാരണം 10-12,000 15,000 കോടി രൂപയുടെ വിറ്റുവരവ് വരുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് കേരള ലോട്ടറി. അത് വിൽക്കാനായിട്ട് ഈ തെരുവിൽ അലയുന്നവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസയിൽ നിന്നാണ് ഇത് പോയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നടന്നിരിക്കുന്ന ഇത്രയും കോടികൾ വിറ്റുവരവുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ അകത്ത് ഈ 15 കോടി രൂപ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാര തുകയാണ്. ഇതല്ല നടന്നിരിക്കുന്നത്. ഡയറക്ടറിൽ നിന്ന് ഡയറക്ടർ ഈ മുദ്ര മോഷ്ടിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് വ്യാജ രേഖകൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുന്ന് പണാപഹരണം നടന്നിട്ടുണ്ടാവും. ആ പണാപഹരണത്തിൻ്റെ പേര് ഒരു പക്ഷേ ഇവർ പരാതി കൊടുത്തപ്പോൾ ആ പരാതിയിൽ സൂചിപ്പിക്കാതിരിക്കുന്നത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എന്നായിരിക്കും. കാരണം ഇൻകം ടാക്സോ അല്ലെങ്കിൽ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റോ അതുപോലെയുള്ള ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് വന്നു കഴിഞ്ഞാലോ എന്നൊരു ഭയം അല്ലെങ്കിൽ അത് ഇവർക്കുള്ളതുകൊണ്ടാണ് ഇവർ ഡയറക്ടറേറ്റിലെ തട്ടിപ്പിൽ തുക സൂചിപ്പിക്കാതെ അല്ലെങ്കിൽ ഒരു വലിയ എമൗണ്ട് ഒന്നും സൂചിപ്പിക്കാതെ ലീവ് സറണ്ടറിൻ്റെ 36,000 രൂപയുടെ എന്തോ തട്ടിപ്പ് നടത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വലിയ വമ്പൻ സ്രാവുകളുണ്ട്. ആ സ്രാവുകൾക്ക് പിന്നാലെ അന്വേഷണം പോയേ പറ്റുള്ളൂ. ഇതൊരു ക്ലർക്കിലേക്കോ അല്ലെങ്കിൽ കേവലം ഒരു കോൺട്രാക്ടറിലേക്കോ ഒതുക്കി, അല്ലെങ്കിൽ ക്ലർക്കിൻ്റെ കുടുംബത്തേക്ക് അയാളുടെ അനിയനെ കണ്ട് പ്രതിയാക്കിയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ വാർത്തകൾ കാണുന്നുണ്ട്. അപ്പോൾ അയാളുടെ അനിയനുണ്ട്, മറ്റാരൊക്കെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളിലേക്ക് കേന്ദ്രീകരിച്ച് ഒരു സൈഡിലേക്ക് അയാളെ കൊണ്ടുപോകുന്നു. ഇനി ഈ ക്ലർക്കിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലോ, ഇയാൾ ഇതിനു മുൻപ് ഈ ലോട്ടറി വകുപ്പിൽ ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ തമ്മിൽ ചില പിണക്കങ്ങളുണ്ട്. അതിൻ്റെ പേരിൽ ഇതിനു മുമ്പും സാമ്പത്തിക തട്ടിപ്പുകൾ പലരുടെയും പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെ ഇൻറ്റേർണൽ അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അങ്ങനെ അന്വേഷണം നടത്തിയിട്ട് ഗുഡ് സർവീസ് എൻട്രി കൊടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ഈ ക്ലർക്ക്. അപ്പോൾ ഈ ഗുഡ് സർവീസ് എൻട്രി കിട്ടിയ ഈ ക്ലർക്ക് ഈ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടപ്പോൾ ഇയാളെ ഈ അന്വേഷണത്തിന് അന്നൊക്കെ അന്വേഷണത്തിന് വിട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് ഇയാൾക്ക് ബന്ധമില്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്തൊരു വലിയ വിപുലമായ ശൃംഖല, അത് ഇതിൻ്റെ അകത്ത് ഭരണസ്വാധീനമുള്ളവരുണ്ട്, ഉദ്യോഗസ്ഥ പ്രമുഖരുണ്ട്, ഇവരൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ ശൃംഖല തന്നെയാണ്. എന്തായാലും നിലവിലിപ്പോൾ
ഈ ക്ലർക്കായ സംഗീതിനെയും അതുകൂടാതെ സംഗീതിൻ്റെ സുഹൃത്തിനെയും സഹോദരനെയുമാണ് വിജിലൻസ് പിടികൂടിയിരിക്കുന്നത്, അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് പിന്നിൽ വമ്പൻ സ്രാവുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മളോട് ലജീവ് വിജയൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവരിലേക്കും അന്വേഷണം നീളേണ്ടതുണ്ട്. രാഷ്ട്രീയ പശ്ചാത്തലമുള്ള രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ ഉള്ളവർ ഈ ഒരു തട്ടിപ്പിന് പിന്നിലുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. അത്തരത്തിലുള്ളൊരു അന്വേഷണത്തിലേക്ക് നീങ്ങേണ്ടതുണ്ട്. അത് വിജിലൻസിനെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നു. CBI ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം വന്നു കഴിഞ്ഞാലേ ഈ ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ വലിയ രീതിയിലുള്ള തട്ടിപ്പ് പുറത്തു വരൂ എന്നാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.